നേമത്തെ ഉമ്മൻചാണ്ടിക്ക് ഭയം. മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി പ്രതി സന്ദീപ് നായർ. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ഇഡി നിർബന്ധിച്ചതായി സന്ദീപ് നായരുടെ കത്ത്. മന്ത്രിമാരുടെ പേര് പറയാനും സമ്മർദ്ദം. പേര് പറഞ്ഞാൽ ജാമ്യം നേടാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം. എറണാകുളം സെഷൻസ് ജഡ്ജിക്ക് സന്ദീപ് നായരുടെ കത്ത്. നേമത്ത് മത്സരിക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടി. മത്സരിക്കുന്നെങ്കിൽ പുതുപ്പള്ളിയിൽ തന്നെ. കെ ബാബു വിഷയത്തിൽ തൃപ്പൂണിത്തുറയിൽ തമ്മിലടി. ആലപ്പുഴയിലും തരൂരിലും ഏലത്തൂരിലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോസ്റ്റർ പ്രചരണം. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല. കേരളത്തിൽ അധികാരം പിടിക്കാമെന്ന് BJP കരുതേണ്ടെന്ന് കോടിയേരി. കോൺഗ്രസുകാരെ കാലുമാറ്റിയാലും അധികാരം പിടിക്കാമെന്നത് വ്യാമോഹം. കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ റാഗിപ്പറക്കുന്നു എന്നും കോടിയേരി. LDF തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവം. കോൺഗ്രസുകാരെ വിലക്കെടുക്കാമെന്ന സൂചന നൽകി വീണ്ടും കെ സുരേന്ദ്രൻ. സർക്കാർ രൂപീകരിക്കാൻ 71 സീറ്റിന്റെ ആവശ്യമില്ലെന്ന് ആവർത്തിച്ച് കെ സുരേന്ദ്രൻ. BJPക്ക് സർക്കാർ ഉണ്ടാക്കാൻ എത്ര സീറ്റ് വേണമെന്ന് അറിയില്ലേ എന്നും സുരേന്ദ്രന്റെ ചോദ്യം. BJPയെ തള്ളി പന്തളം കൊട്ടാരം. BJP സ്ഥാനാർത്ഥിത്വ വാഗ്ദാനം തള്ളി പന്തളം കൊട്ടാര പ്രതിനിധി നാരായണവർമ്മ. ശബരിമലയെ രാഷ്ട്രീയവൽക്കരിക്കാൻ താല്പര്യമില്ലെന്നും കൊട്ടാരം പ്രതിനിധി കൈരളി ന്യൂസിനോട്. നേമത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കും. അത് കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്ന വലിയ രാഷ്ട്രീയ തുറപ്പുചീട്ടായിട്ടാണ് ചർച്ചകളെ ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ ആ നേമത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കാനില്ല. നേമത്തെ ഭയപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി പിന്തിരിയുന്നു. മത്സരിക്കുന്നെങ്കിൽ പുതുപ്പള്ളിയിൽ മാത്രമെന്ന് ഉമ്മൻചാണ്ടി തന്നെ വ്യക്തമാക്കി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല എന്നതിൻ്റെ കൃത്യമായ സൂചനയും മുല്ലപ്പള്ളി നൽകി. ഇന്ന് രാത്രിയോടുകൂടി പട്ടിക ഹൈക്കമാൻഡ് അംഗീകരിക്കും എന്ന സൂചനയാണ് നൽകുന്നത്. അതായത് ഇന്നുണ്ടാകില്ല എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി പറയുന്നത്. പട്ടിക നാളെ മാത്രമേ ഉണ്ടാകൂ എന്നാണ് മുല്ലപ്പള്ളി പറയുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, 2 ഘട്ടങ്ങൾ. ഒന്ന്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം കീറാമുട്ടിയായി ഇപ്പോഴും തുടരുന്നു. നാളെ മാത്രമേ പ്രഖ്യാപനം ഉണ്ടാകൂ എന്നത്. അതിനേക്കാൾ പ്രധാനം, ആദ്യമായി നമുക്ക് പോകാം നേമത്തേക്ക്. നേമം ഉമ്മൻചാണ്ടി ഏറ്റെടുക്കില്ല. നേമത്തെ ഉമ്മൻചാണ്ടി ഭയപ്പെടുന്നു. പുതുപ്പള്ളി അല്ലാതെ മറ്റൊരിടത്തേക്ക് ഉമ്മൻചാണ്ടി ഇല്ല എന്ന് ദില്ലിയിൽ ഉമ്മൻചാണ്ടി തന്നെ വ്യക്തമാക്കുന്നു. അതും മുല്ലപ്പള്ളിയും ചെന്നിത്തലയും നിൽക്കുന്ന വേളയിൽ. തീർച്ചയായിട്ടും അജിംഷാദ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും വലിയ കീറാമുട്ടിയായി നിൽക്കുന്നത് നേമം മണ്ഡലം തന്നെയാണ്. നേമത്ത് ആര് മത്സരിക്കും എന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു ധാരണയിലേക്ക് എത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. തുടക്കത്തിൽ കെ മുരളീധരനെ നേമത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ കെ മുരളീധരൻ്റെ ഭാഗത്തുനിന്നും നേമത്ത് മത്സരിക്കുകയാണെങ്കിൽ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന ഒരു ആവശ്യം കെ മുരളീധരൻ നേതൃത്വത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നു. ഇതോടുകൂടി ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കെ മുരളീധരൻ നേമത്ത് മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും പിന്നീട് ഉള്ള ചർച്ചകളിൽ ഇനി ആരായിരിക്കും നേമത്ത് മത്സരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ചകൾ വന്നപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ പേര് ഉയർന്നു വന്നത്. പക്ഷേ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം നേമത്ത് മത്സരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം നേമം പോലൊരു മണ്ഡലത്തിൽ മത്സരിച്ച് തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയുടെ ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാകും. കഴിഞ്ഞ 50 വർഷത്തെ രാഷ്ട്രീയ ജീവിതം പോലും ഹോമിക്കേണ്ടി വരുന്ന അവസ്ഥ, ഒരു ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനമായിരിക്കും. പക്ഷേ അതിനേക്കാൾ ഒക്കെ അപ്പുറത്തേക്ക് വിഷ്ണു തലവൂർ, അതിനെയൊക്കെക്കാൾ അപ്പുറത്തേക്ക് കോൺഗ്രസ് ലക്ഷ്യം വെച്ചിരുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതായത് BJP കോൺഗ്രസുമായി അടിത്തട്ടിലെ ബന്ധം. കെ സുരേന്ദ്രൻ ഇന്നും ആവർത്തിച്ച കാര്യം 71 സീറ്റ് വേണ്ട എന്ന്. ആ അർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കൾ, പന്തളം സുധാകരൻ്റെ സഹോദരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോയി. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ BJPയുമായി ചർച്ചയിലാണ്. DCC തലത്തിലുള്ളവർ, പാലക്കാട്, വയനാട് അടക്കമുള്ള DCC തലത്തിലുള്ള പ്രശ്നങ്ങളെ BJP മുതലെടുക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരു വേളയിലായിരുന്നു നേമം എന്ന ഏക സിറ്റിംഗ് സീറ്റ്, BJPയുടെ ഏക സിറ്റിംഗ് സീറ്റിൽ ഉമ്മൻചാണ്ടിയെ നിർത്തി പ്രതിരോധിക്കാം എന്ന് കരുതുന്നത്. ഉമ്മൻചാണ്ടി അടക്കമുള്ള ഒരു നേതാക്കളും, ചെന്നിത്തലയായാലും കെ മുരളീധരനായാലും ആരും നേമത്തേക്ക് വരുന്നില്ല. കെ മുരളീധരൻ മുമ്പോട്ട് വെച്ച വാഗ്ദാനം എന്നത്, അല്ലെങ്കിൽ നിർദ്ദേശം എന്നത്, തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നൽകാമെങ്കിൽ
നേമത്ത് മത്സരിക്കാമെന്നാണ്. ഈ അർത്ഥത്തിലേക്കാണ് കാര്യങ്ങൾ വികസിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നിർബന്ധിതമായത് ഉമ്മൻചാണ്ടിയെ നിർത്തുക എന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി അവിടേക്ക് പോകുന്നില്ല. ഉമ്മൻചാണ്ടി ഭയപ്പെടുന്നു. ഈ ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടിയെ വെല്ലുവിളിക്കുന്ന കെ സുരേന്ദ്രൻ്റെ വാക്കുകളും ദില്ലിയിൽ നിന്നെത്തുന്നത്. എങ്ങനെയാണ് ഇതിനെ കൂട്ടി വായിക്കേണ്ടത് രാഷ്ട്രീയമായി? തീർച്ചയായിട്ടും അജിംഷാദ്, ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ വലിയ തരത്തിലുള്ള അന്തർധാരകൾ പല തട്ടുകളിലും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കെ സുരേന്ദ്രന്റെ വാക്കുകൾ പോലും അത് തന്നെയാണ് പ്രതിഫലിക്കുന്നത്. വിഷ്ണു, ആ കെ സുരേന്ദ്രന്റെ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. കോൺഗ്രസ്സുകാരെ വിലക്കെടുക്കാമെന്ന കൃത്യമായ സൂചനയാണ് കെ സുരേന്ദ്രൻ നൽകുന്നത്. സർക്കാർ ഉണ്ടാക്കാൻ 73 സീറ്റുകളുടെ ആവശ്യമില്ലെന്ന് ഇന്നും കെ സുരേന്ദ്രൻ ആവർത്തിക്കുന്നു. ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാക്കാൻ എത്ര സീറ്റുകൾ വേണമെന്ന് മാധ്യമപ്രവർത്തകർക്ക് അറിയില്ലേ എന്നും സുരേന്ദ്രൻ പരിഹസിച്ചു ചോദിച്ചു. ആ വാക്കുകളൊന്ന് ഇതുവരെ പട്ടിക കൊടുത്തിട്ടുണ്ടോ കേന്ദ്ര നേതൃത്വത്തിന്? ഇല്ല, ഞങ്ങൾ ഡൽഹിയിൽ വന്നതേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര നേതാക്കളെ കാണുന്നുണ്ട്. നാളെ പാർലമെൻ്ററി ബോർഡിൻ്റെ യോഗമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നേമത്ത് വട്ടിയൂർക്കാവ് തുടങ്ങി BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടിയെ പോലുള്ള വലിയ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായിരിക്കും BJPയുടെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും? അല്ല, ആദ്യം ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും ഒക്കെ നേമത്തേക്കും വട്ടിയൂർക്കാവിലേക്കും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വരട്ടെ, ഒരു മത്സരം ശക്തമായിട്ട് നടക്കട്ടെ. അതിനുള്ള ധൈര്യം അവർക്കുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി നേമത്ത് തന്നെ വരട്ടെ, വട്ടിയൂർക്കാവിൽ രമേശ് ചെന്നിത്തല വരട്ടെ. സ്വാഗതം. ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണല്ലോ. BJP ഇക്കാര്യത്തിൽ ആര് വന്ന് മത്സരിച്ചാലും അതിനെ ശക്തമായി നേരിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾക്കിപ്പോൾ ഒരു സീറ്റേ ഉള്ളൂ. ആ സീറ്റിൽ ആര് വിചാരിച്ചാലും അത്രയും ജനപിന്തുണ ഞങ്ങൾക്ക് ആ നിയമമണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ 5 വർഷം ശ്രീ ഒ രാജഗോപാൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ BJPക്ക് ജയിക്കാൻ. മാത്രമല്ല, അവിടെ BJPയുടെ ഒരു ഉരുക്ക് കോട്ടയാണ്. നേമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ ജനപിന്തുണയിൽ കുറവുണ്ടായിട്ടില്ല. കേരളത്തിലെ CPM BJP മത്സരമാണ്, BJP കോൺഗ്രസ് മത്സരം. അല്ല, 35 സീറ്റ് കിട്ടിയാൽ BJP ഗവൺമെൻറ് ഉണ്ടാക്കുമെന്ന് ദില്ലിയിലെ മലയാള മാധ്യമ പ്രവർത്തകർക്ക് അറിയില്ലേ? എന്തിനാണ് ഇത്ര സംശയം? 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കാം. അല്ല, ഗവൺമെൻറ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞു, അതിപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, 71 സീറ്റിൻ്റെ ആവശ്യമില്ല. കേട്ടില്ലേ വിഷ്ണു? 2 കാര്യങ്ങളാണ്. ഒന്ന്, 71 സീറ്റിൻ്റെ ആവശ്യമില്ല BJPക്ക്. ഇവിടെ കേവല ഭൂരിപക്ഷം എന്ന 71 സീറ്റിൻ്റെ ആ മാജിക് നമ്പർ തൊടേണ്ട കാര്യമില്ല BJPക്ക് എന്നത് പറയുന്നു. ഒന്ന്, അടിവരയിടേണ്ടതാണ്. 2, വട്ടിയൂർക്കാവിൽ ചെന്നിത്തലയും നേമത്ത് ഉമ്മൻചാണ്ടിയും ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ, മത്സരം നടക്കട്ടെ. ഇത് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി നേമം ഒഴിയുന്നതും നേമത്തേക്ക് വരാൻ തയ്യാറല്ല, നേമത്തെ ഭയപ്പെട്ട് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ തന്നെ ഒതുങ്ങാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ കൂട്ടി വായിക്കേണ്ടതുണ്ടോ വിഷ്ണു തലവും? തീർച്ചയായിട്ടും അജിംഷാദ്, ഇന്ന് ഉമ്മൻചാണ്ടി നടത്തിയ പ്രതികരണവും കെ സുരേന്ദ്രൻ നടത്തിയ പ്രതികരണവും കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് സുരേന്ദ്രൻ ഇന്നും പ്രതികരിച്ചിരിക്കുന്നത് BJPക്ക് 30 മുതൽ 35 സീറ്റുകൾ മാത്രം കിട്ടിയാൽ മതി, അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയും എന്ന് സുരേന്ദ്രൻ പറയുമ്പോൾ അത് കൃത്യമായി തന്നെ കോൺഗ്രസിൻ്റെ ആളുകളെ വിലക്കെടുക്കാൻ BJPക്ക് കഴിയും. പ്രത്യേകിച്ച് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പോലും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ശേഷം മാത്രമായിരിക്കും BJP അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. അതിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ പുറത്തു പോകുന്ന പലരും BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില രഹസ്യ ചർച്ചകൾ BJP കോൺഗ്രസ് ധാരണയുടെ പുറത്ത് ചില രഹസ്യ ചർച്ചകൾ നടന്നതായിട്ടുള്ള സൂചനകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഉമ്മൻചാണ്ടി നേമത്ത് മത്സരിക്കില്ല എന്നൊരു പ്രസ്താവന കൃത്യമായി തന്നെ നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം കെ സുരേന്ദ്രൻ ഉമ്മൻചാണ്ടിയെ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ നേമത്ത് വന്ന് മത്സരിക്കൂ എന്ന സുരേന്ദ്രൻ തന്നെ ഉമ്മൻചാണ്ടിയെ വെല്ലുവിളിക്കുന്നു. അത് കൃത്യമായിട്ടുള്ള ചില ധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നതാണ് നമ്മളിപ്പോൾ ചില സൂചനകൾ പുറത്തു വരുന്നത്. തീർച്ചയായും വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് നിയമവുമായി ബന്ധപ്പെട്ടും കൂടുതൽ ഒന്ന് ഫോക്കസ് ചെയ്യാം. നിർഭൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. നിർഭൻ, അതായത് ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഏതാണ്ട് 13,000-ൽ അപ്പുറത്തേക്ക് വോട്ട് ഷെയർ ഇല്ലാത്ത
ഒരു മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി മത്സരിക്കാൻ തയ്യാറാകുന്നു. BJPയുടെ ഏക സിറ്റിംഗ് സീറ്റിലേക്ക് ഉമ്മൻചാണ്ടി മത്സരിക്കാൻ തയ്യാറാകുന്നു. ഇതായിരുന്നു വാർത്ത. പക്ഷേ ആ വാർത്തകളെയൊക്കെ നിഷേധിച്ച് ഈ വാർത്ത എന്നത് AICCയും KPCCയും അടക്കമുള്ളവർ ഉമ്മൻചാണ്ടിയുടെ മുമ്പിലേക്ക് നിർദ്ദേശമായി വെച്ചതാണ്. പക്ഷേ ആ നിർദ്ദേശത്തെ ഉമ്മൻചാണ്ടി തള്ളിക്കളയുന്നു. ഉമ്മൻചാണ്ടി നിയമത്തെ ഭയപ്പെടുന്നു. പുതുപ്പള്ളിയുടെ മാത്രം കുഞ്ഞുഞ്ഞായി തുടരാനാണ് തനിക്ക് ആഗ്രഹമെന്ന് പരസ്യമായി മുല്ലപ്പള്ളിയുടെയും ചെന്നിത്തലയുടെയും സാന്നിധ്യത്തിൽ പരസ്യമായി മാധ്യമങ്ങളോട് ഉമ്മൻചാണ്ടി പ്രതികരിക്കുകയും ചെയ്തു. ഈ രാഷ്ട്രീയത്തെ നിയമം വെച്ച് മുമ്പോട്ട് പോകാൻ UDFും കോൺഗ്രസും ഉദ്ദേശിച്ചിരുന്ന രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടിയാണോ ഇത്? എന്താണ് ഉമ്മൻചാണ്ടിയുടെ ഭയത്തിന് കാരണം? അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് ഒപ്പം K. സുരേന്ദ്രൻ്റെ വെല്ലുവിളി കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അജിംഷാദ്, ഒന്നാമത്തെ കാര്യം, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ AICC നിർദ്ദേശങ്ങളെ പൂർണ്ണമായി തള്ളുന്ന നിലയിലേക്ക് ഉമ്മൻചാണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അവസാന ഘട്ടത്തിലെ ചർച്ചകളിലൊക്കെ തന്നെ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള സമവാക്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിലും അപ്രമാദിത്വം ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ്. ഉമ്മൻചാണ്ടി ചില നിബന്ധനകൾ കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് ഉമ്മൻചാണ്ടി നിയമത്ത് മത്സരിക്കണമെന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി കടുത്ത നിലപാടുകളും സമ്മർദ്ദങ്ങളും AICC നേതൃത്വത്തിന് മുന്നോട്ട് വച്ചു. ഇപ്പോഴും അദ്ദേഹം അയവില്ലാതെ തുടരുകയും ചെയ്യുന്നുണ്ട്. അവസാനം ഉമ്മൻചാണ്ടിയുടെ പ്രതികരണത്തിൽ നിന്നാണ് വായിച്ചെടുക്കേണ്ടത്. BJPയുമായി നേരിട്ടൊരു പോരാട്ടത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി നിയമത്ത് വരില്ല, പുതുപ്പള്ളിയിൽ തന്നെ മത്സരിക്കും. K. സുരേന്ദ്രൻ നടത്തിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകുന്നില്ല. ഭയന്ന് നിയമം വിട്ട് പുതുപ്പള്ളിയിലേക്ക് തന്നെ ഉമ്മൻചാണ്ടി പോകുന്നു. ഇത് നൽകുന്ന സന്ദേശം AICC എന്താണോ ഉദ്ദേശിച്ചത് അതിന് ഘടകവിരുദ്ധമായി തന്നെ ഉമ്മൻചാണ്ടിയും കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കളും ഇപ്പോഴും തുടരുന്നുണ്ട്. AICC നേരത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ PR ഏജൻസി നടത്തിയ സർവേയിലും ഒക്കെ തന്നെ പുതുമുഖങ്ങൾക്കും പുതിയ ആളുകൾക്കും ഒക്കെ തന്നെ യുവാക്കൾക്കൊക്കെ തന്നെ അവസരം നൽകണമെന്ന തീരുമാനമെടുത്തിരുന്നത്. അങ്ങനെ ഒരു പട്ടികയുമായിട്ടാണ് കേരളത്തിലെ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചുമതലയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ദില്ലിയിലേക്ക് പോയത്. അതിനുശേഷം മുല്ലപ്പള്ളിയെയും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും ദില്ലിയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. ദില്ലിയിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ 4 നേതാക്കളും ദില്ലിയിലെത്തിയത്. ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഈ ചർച്ചകൾ ഇങ്ങനെ മാരത്തോൺ ചർച്ചകൾ തുടരുമ്പോഴും ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിൽ കറങ്ങിത്തിരിഞ്ഞ് ഗ്രൂപ്പ് നേതാക്കളുടെ വീതം വെപ്പിലേക്ക് തന്നെ കാര്യങ്ങളെത്തി. അതിൽ അപ്രമാദിത്വമുള്ളത് ഇപ്പോഴും ഉമ്മൻചാണ്ടിക്കാണ്. അവസാന ചുരുക്കപ്പട്ടികയിൽ കഴിഞ്ഞ ദിവസം കൊടുത്ത 2 പേരുകൾ ഓരോ മണ്ഡലത്തിലും AIയും പേരുകാരാണ്. അതോടൊപ്പം തന്നെ നിയമ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ഇതുവരെ നിലനിന്നത്. ആ കാര്യത്തിൽ പരിഹാരമാകാനും ആകുന്നില്ല. അതോടൊപ്പം തന്നെ നിയമ മണ്ഡലത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി പിന്മാറുമ്പോൾ വരുന്ന സന്ദേശം AICCക്ക് വലിയ തിരിച്ചടിയാണ്. ഒന്ന്, AICC പറഞ്ഞ കാര്യം അംഗീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നടത്തിയ വെല്ലുവിളി ഉമ്മൻചാണ്ടി പോലെയുള്ള നേതാക്കൾ ഏറ്റെടുത്തില്ല എങ്കിൽ അതുണ്ടാകുന്ന സന്ദേശം BJP പ്രതിരോധിക്കാൻ കേരളത്തിലും കോൺഗ്രസിന് കഴിയില്ല. അവിടെ K. സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് വട്ടിയൂർക്കാവിൽ ചെന്നിത്തല വരട്ടെ, നേമത്ത് ഉമ്മൻചാണ്ടി വരട്ടെ, അങ്ങനെ BJP ഫോക്കസ് ചെയ്യുന്ന പ്രധാന മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാർ വരട്ടെ, അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അത്തരത്തിലൊരു മത്സരത്തിന്. ഇതാണ് K. സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ. അതാണ് BJPക്ക് സിറ്റിംഗ് മണ്ഡലമായ ഒരു മണ്ഡലം മാത്രമാണ് ഉള്ളത്. അടുത്ത് പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. എന്നിട്ട് പോലും BJP വെല്ലുവിളിക്കുമ്പോൾ അതിനൊരു മത്സരത്തിന് പോലും കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അതായത് BJP നടത്തിയ വെല്ലുവിളി നടത്തിയാലും ഇവരൊക്കെ മത്സരിക്കാൻ ഈ മണ്ഡലങ്ങളിൽ വരില്ല എന്ന ഉറപ്പ് ഒരുപക്ഷെ K. സുരേന്ദ്രൻ ഉണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നിയമത്ത് എങ്ങനെയാണ് BJP ജയിച്ചത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച LDF സ്ഥാനാർത്ഥി V. ശിവൻകുട്ടി തൻ്റെ വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും അവിടെ പരാജയപ്പെടാനുള്ള കാരണം കോൺഗ്രസിൻ്റെ UDF സ്ഥാനാർത്ഥി വോട്ട് കുറച്ചു പിടിച്ചു. പരമാവധി UDFന് അവിടെ ഉള്ള വോട്ടിൽ നിന്ന് ബഹുദൂരം പിന്നിലേക്ക് UDF സ്ഥാനാർത്ഥി പോയി. അതോടൊപ്പം തന്നെ ആ വോട്ട് മുഴുവൻ BJPയുടെ സ്ഥാനാർത്ഥിയിലേക്ക് പാളയത്തിലേക്ക് പോവുകയും ചെയ്തു. തിരുവനന്തപുരം മണ്ഡലത്തിലും തൊട്ടടുത്ത നിയമമണ്ഡലത്തിലും ശിവകുമാറും BJP സ്ഥാനാർത്ഥി തമ്മിലുള്ള വോട്ട് കച്ചവടം പരസ്യമാണ്. നഗരസഭാ മത്സരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇത് പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവ് നിയമത്ത് നിന്ന് ഭയന്ന് പിന്മാറുന്നത്. അത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് BJPയും കോൺഗ്രസ് തമ്മിലുള്ള വോട്ട് കച്ചവടമാണ്. BJPയെ എതിരിട്ട് നേരിട്ട് നിന്ന് പോരാടാൻ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവ് പോലും തയ്യാറാകുന്നില്ല എന്ന സന്ദേശം കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി തെരഞ്ഞെടുപ്പിൽ ബാധിക്കും. അതുതന്നെയാണ് AICCയുടെ സർവേയിലും പറയുന്നത്. അവസാനം AICC നടത്തിയ സർവേയിൽ കേരളത്തിൽ LDFനാണ് മുൻതൂക്കം. എന്തെങ്കിലും സാധ്യത വരണമെങ്കിൽ മണ്ഡലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥികൾ നിർത്തണം, ഗ്രൂപ്പ് വീതത്തിലേക്ക് കാര്യങ്ങൾ പോകരുത്, പ്രമുഖർ തന്നെ BJP മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ജനവിധി തേടണം എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് AICC അവസാന ഘട്ടത്തിലും നേതാക്കൾക്ക് മുന്നിൽ സമ്മർദ്ദമായി മുന്നോട്ട് വയ്ക്കുന്നത്. ആ സമ്മർദ്ദത്തിന് നേതാക്കൾ വഴങ്ങുന്നില്ല. ഇപ്പോൾ അവസാനം ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നായിരുന്നു പട്ടിക, ഇന്ന് വൈകിട്ടോട് പ്രഖ്യാപിക്കുമെന്നായിരുന്നു. ഇന്നും പട്ടിക ഉണ്ടാവാൻ സാധ്യത. ഇന്ന് രാത്രിയോടുകൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗം വീണ്ടും ചേരും. അത് മുല്ലപ്പള്ളി പറയുകയും ചെയ്തു, തങ്ങളുടെ പട്ടികയെ സംബന്ധിച്ച് അന്തിമ തീരുമാനം എത്തേണ്ടത്
ഹൈക്കമാൻഡിൽ നിന്നാണ്, AICCയിൽ നിന്നാണ്. പക്ഷേ അത് ഇന്ന് രാത്രിയോടുകൂടി, അർദ്ധരാത്രിയോടുകൂടിയെങ്കിലും ആകുമെന്നാണ് സൂചന. അതായത് ഇന്നുണ്ടാകില്ല എന്നതാണ് മുല്ലപ്പള്ളി പറയുന്നത്. നാളെ ഉണ്ടാകുമെന്ന് മുല്ലപ്പള്ളിയും പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിർഭൻ, അജിംഷാദ്, മാരത്തോൺ ചർച്ചകൾ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്നാണ് AICC പറഞ്ഞത്. പക്ഷേ അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. ഇവർക്ക് തന്നെ കേരളത്തിലെ നേതാക്കന്മാർ ഒരു സമവായത്തിലെത്തുന്നില്ല. ഗ്രൂപ്പ് വീതവെപ്പ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ പുതിയ പുതിയ ഡിമാൻഡുകൾ ഗ്രൂപ്പ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കും. ഉമ്മൻചാണ്ടി ഈ ഡിമാൻഡുകൾ തന്നെ ഉറച്ചു നിൽക്കും. ഒന്ന് കെ ബാബുവിനെ കൊണ്ടുവരണം, KC ജോസഫിനെ കൊണ്ടുവരണം. നെയ്യാറ്റിൻകരയിൽ R സെൽവരാജിൻ്റെ ഉമ്മൻചാണ്ടി ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ ഉമ്മൻചാണ്ടി തീരുമാനിച്ചിട്ടുള്ള A വിഭാഗത്തിലെ നേതാക്കളുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി മുന്നോട്ട് വയ്ക്കും. അപ്പോഴേക്കും I വിഭാഗം എതിർപ്പ് പ്രകടിപ്പിക്കും. KC വേണുഗോപാലിന് ഇതിന് രണ്ടിനെയും തള്ളുന്ന ഒരാളാണ്. മുല്ലപ്പള്ളി AICC നിലപാടിനൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പരസ്പരമുള്ള ധാരണയിലേക്ക്, വിഭജനത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ ഇന്ന് രാത്രിയുള്ള ചർച്ചകളിലും കാര്യങ്ങൾ തീരുമാനമുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകും. അതോടൊപ്പം തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. ലീഗിന് വച്ചുമാറിയ സീറ്റുകൾ ഏതൊക്കെയാണെന്ന കാര്യത്തിൽ ലീഗിന് ആശങ്കയുണ്ട്. ജോസഫ് നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന സീറ്റുകളിൽ കൂടി ജോസഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അത് പൊട്ടിത്തെറിയിലേക്ക് പോകും. അങ്ങനെ പലതരത്തിലുള്ള ആഭ്യന്തര കലങ്ങളിലേക്ക് UDF പോകാനുള്ള സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയം വൈകുന്നതിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും പ്രാദേശിക ഘടകങ്ങളും വല്ലാതെ അതൃപ്തിയിലാണ്. അവരും പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അജിംഷാദ്, തീർച്ചയായും സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് കീറാമുട്ടിയായി തുടരുകയാണ്. ദില്ലിയിലും കാര്യങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ആകുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ എത്തുന്ന സൂചനയും. ഒപ്പം നിയമത്തെ ഭയപ്പെട്ട് ഉമ്മൻചാണ്ടി മാറുന്നു. വീണ്ടും കോൺഗ്രസും BJPയും അന്തർധാര ശക്തമാണ് എന്ന സൂചന, ആ അർത്ഥത്തിലുള്ള സൂചന നൽകി K സുരേന്ദ്രനും രംഗത്തെത്തുന്നു. ഇതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇപ്പോൾ INTUC നേതാവ് R ചന്ദ്രശേഖരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് തീരുമാനങ്ങൾ ചർച്ച ചെയ്തെടുക്കേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഉന്നതരായ 7 പേരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റി എടുക്കുകയും ആ കമ്മിറ്റി 14-ാം തീയതി യോഗം ചേരാനും തീരുമാനിച്ചു. ഉറപ്പൊന്നും ആരുടെ ഉറപ്പിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ, ചർച്ചകൾ നടക്കുകയല്ലേ. അല്ല, മാറ്റം വരാൻ വഴിയില്ല എന്നുള്ള നിലപാട് എനിക്കറിയില്ല. വൈകിട്ട് 6 മണിക്ക് പ്രഖ്യാപിക്കുമെന്നാണ് KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്. അപ്പോൾ അത് കഴിയുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ. R ചന്ദ്രശേഖരൻ, കുണ്ടറ, രണ്ടിലേതെങ്കിലും ഒന്ന്. KP ഹരിദാസ്, വൈപ്പിൻ, BR പ്രതാപൻ, നേമം, വാമനപുരം, അല്ലെങ്കിൽ വാമനപുരം. ഫിലിപ്പ് ജോസഫ്, ഏറ്റുമാനൂർ. പറഞ്ഞു അല്ലല്ലേ, കൊട്ടാരക്കര ഓർ കുണ്ടറ R ചന്ദ്രശേഖരൻ, വൈപ്പിൻ KP ഹരിദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് BR പ്രതാപൻ, വാമനപുരം ഓർ നേമം. ഫിലിപ്പ് ജോസഫ്, കോട്ടയം ജില്ലാ പ്രസിഡന്റ്. ഏറ്റുമാനൂർ ഓർ കാഞ്ഞിരപ്പള്ളി. പൂഞ്ഞാർ. ഏറ്റുമാനൂർ ഓർ പൂഞ്ഞാർ. PG ദേവ്, കാഞ്ഞങ്ങാട്. PG ദേവ്, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ്. അത്രയല്ലേ പറഞ്ഞു. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാ പ്രിപ്പറേഷനും എപ്പോഴും ഉള്ളവരാണ് INTUC. ഞങ്ങളെ പങ്കുവച്ച മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് CM സ്റ്റീഫൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. K കരുണാകരൻ INTUC പ്രസിഡന്റായിരുന്നു. അദ്ദേഹം എത്ര തവണ മത്സരിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. പിന്നീട് വന്ന BK നായർ, അദ്ദേഹം 2 തവണ MP ആയി. അതിനുശേഷം വന്ന BP മരക്കാർ, അദ്ദേഹം 2 തവണ മത്സരിച്ചു. പിന്നീട് വന്ന സുരേഷ് ബാബു മത്സരിച്ചു. 13 വർഷമായി സംസ്ഥാന പ്രസിഡന്റായിരിക്കും. ചന്ദ്രശേഖരന് മാത്രമാണ് ചരിത്രത്തിൽ ഇതുവരെ സീറ്റ് കിട്ടാറ്. അങ്ങനൊരു പുറം ചരിത്രം കൂടി INTUC കൊണ്ട്. KPCC പ്രസിഡന്റുമായിട്ട് ഒരാഴ്ച മുമ്പ് KPCC ഓഫീസിൽ വെച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം അത് ഇത്രയും ഒരു വലിയ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുത്തു. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോഴും എല്ലാവരും പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. ഇത് ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞങ്ങൾ വർത്തമാനം പറയുമ്പോൾ നിങ്ങളാണെങ്കിലും ചോദിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യാനൊക്കെ അടുത്ത വർഷം. ഓരോ 5 വർഷമാണ് ഈ പോകുന്നത്. ഓരോ 5 വർഷം പോകുമ്പോൾ
അങ്ങനെ മാറി നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ മാറി നിൽക്കാൻ തൊഴിലാളികളും സംഘടനകളും സമ്മതിക്കത്തില്ല. അല്ല, സാധാരണ ഇല്ല. കഴിഞ്ഞ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. അന്ന് ഞങ്ങൾ അവസാനമായി ബഹുമാന്യനായ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, അന്നത്തെ UDF കൺവീനർ PP തങ്കച്ചൻ, അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരൻ, ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ 15ഓളം ആളുകൾ ചേർന്ന്, ജില്ലാ പ്രസിഡന്റുമാർ, സംസ്ഥാന ഭാരവാഹികൾ ചേർന്ന് ചർച്ച ചെയ്തപ്പോൾ, മണിക്കൂറുകളോളം എടുത്ത് ചർച്ച ചെയ്തപ്പോൾ, അന്ന് ദേവികുളം സീറ്റ്, കാഞ്ഞങ്ങാട് സീറ്റ്, അതുപോലെ തന്നെ പീരുമേട് സീറ്റ് തുടങ്ങിയവയാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ ദേവികുളം സീറ്റ് അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കുമാറിനെ മത്സരിപ്പിക്കണമെന്ന്. പക്ഷേ അന്ന് പിന്നെ AK മണി വീണ്ടും മത്സരിക്കാൻ താല്പര്യപ്പെട്ടു. മണി മത്സരിച്ചു. KPCCക്ക് മുമ്പിൽ നൽകിയ INTUCയുടെ ലിസ്റ്റ് അടക്കമുള്ളവ, മണ്ഡലങ്ങൾ അടക്കമുള്ളവ, വ്യക്തികളെ അടക്കമുള്ളവരുടെ ലിസ്റ്റ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് INTUC പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. വലിയ അർത്ഥത്തിൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് R ചന്ദ്രശേഖരൻ പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നത്. ഇനി നമുക്ക് കോട്ടയത്തേക്ക് പോകാം. ലതിക സുഭാഷ്, കടുത്ത തീരുമാനമുണ്ടാകും, സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനമുണ്ടാകുമെന്നാണ് ലതിക സുഭാഷ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ലതിക സുഭാഷ് BJP നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിരുന്നു. സാധ്യതാ പട്ടിക ലിസ്റ്റിൽ ലതിക സുഭാഷ് ഇല്ല എന്നാണ് ഏറ്റവും പുതിയ സൂചന. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, എന്താണ് ലതിക സുഭാഷ് പറയുന്നത്? പരസ്യ പ്രതികരണം നടത്തിയോ? അജിംഷാദ്, പരസ്യ പ്രതികരണത്തിന് ലതിക സുഭാഷ് തയ്യാറല്ല. അത്തരത്തിൽ സീറ്റ് പ്രഖ്യാപനം, കോൺഗ്രസിന്റെ സീറ്റ് പ്രഖ്യാപന പട്ടിക പുറത്തുവിട്ടാൽ ആ നിമിഷം തന്നെ തന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന കാര്യമാണ് ലതിക സുഭാഷ് പറയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം BJP നേതാക്കൾ, BJP ജില്ലയിലെ നേതാക്കളുമായി ലതിക സുഭാഷ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഏറ്റുമാനൂർ സീറ്റാണ് ലതിക സുഭാഷിന്, മഹിളാ കോൺഗ്രസിന് ഇന്നേ വരെ ഒരു സീറ്റും കൊടുക്കുന്നില്ല എന്നുള്ള പരാതി സോണിയാഗാന്ധിക്ക് കഴിഞ്ഞ ദിവസം അയച്ചിരുന്നു. എന്നിട്ടും KPCC ഇത്തരത്തിൽ ലതിക സുഭാഷിനെ ഒരു സീറ്റിലേക്കും പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ചെങ്ങന്നൂരിലേക്ക് ലതിക സുഭാഷിനെ പരിഗണിച്ചപ്പോഴും ജയസാധ്യത ഇല്ലാത്ത സീറ്റായതുകൊണ്ട് ലതിക സുഭാഷ് ആ സീറ്റ് വേണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏറ്റുമാനൂർ സീറ്റ് എന്നാൽ ജോസഫ് ഗ്രൂപ്പിന് വിട്ടു നൽകിയ തീരുമാനം ഉപേക്ഷിക്കാൻ UDF തയ്യാറാകാത്ത സാഹചര്യത്തിൽ പിന്നീട് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്കായിരുന്നു ലതിക സുഭാഷ് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ സീറ്റ് പിന്നീട് KC ജോസഫിന് അല്ലെങ്കിൽ ജോസഫ് വാഴക്കിന് കൊടുക്കണമെന്ന തീരുമാനം KPCC കൈക്കൊണ്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് ഏറ്റുമാനൂർ സീറ്റിൽ കാലാകാലങ്ങളായി താൻ ജില്ലയിൽ നിൽക്കുകയാണ്. ഇതിനു മുമ്പ് മലമ്പുഴയിൽ VS അച്യുതാനന്ദനോട് എതിർത്ത് തോറ്റ ഒരു തെരഞ്ഞെടുപ്പ് പാരമ്പര്യം മാത്രമാണ് ലതിക സുഭാഷിനുള്ളത്. അതുകൊണ്ട് തന്നെ ലതിക സുഭാഷിന് ജയസാധ്യതയുള്ള ഒരു സീറ്റ് കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നിരുന്നു. ഇതിന്റെ പേരിലാണ് ഏറ്റുമാനൂർ സീറ്റ് ലതിക സുഭാഷ് ആവശ്യപ്പെട്ടതും. പക്ഷേ അത് വലിയ പ്രമുഖർക്കെതിരെ പോലും ലതിക സുഭാഷ് ആ അർത്ഥത്തിൽ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് തോൽവി ഏറ്റുവാങ്ങുമെന്ന് അറിഞ്ഞിട്ട് പോലും നിന്ന പാരമ്പര്യമുണ്ട്. വനിതയാണ്. ആ അർത്ഥത്തിലെ പരിഗണനകളൊന്നും ലതികയ്ക്ക് ലഭിക്കുന്നില്ല. ഇതാണ് പരിഭവമായി വരുന്നത്. ഒരുപക്ഷെ സാധ്യതാ ലിസ്റ്റിൽ ലതിക സുഭാഷിൻ്റെ പേരില്ല എങ്കിൽ നാളെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ പ്രമുഖർക്കൊപ്പം ലതിക സുഭാഷും ആ അർത്ഥത്തിൽ കോൺഗ്രസിനെതിരെ രംഗത്തെത്തും എന്നുള്ളതാണ്. ഒരുപക്ഷെ പരസ്യ പ്രതികരണം ഉണ്ടാകും. BJPയുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു ലതിക സുഭാഷ്. ഏതൊക്കെ നേതാക്കന്മാരുമായി, എന്തൊക്കെ സാധ്യതകൾ? മനീഷ് മഹിപാൽ. അജിംഷാദ്, കഴിഞ്ഞ ആഴ്ചയാണ് BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ്, കോട്ടയത്തെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള N ഹരി ലതിക സുഭാഷിനെ BJPയിലേക്ക് സ്വാഗതം ചെയ്തു ഒരു പൊതുപരിപാടിയിൽ സ്വാഗതം ചെയ്തത്. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ ലതിക സുഭാഷിനെ ബന്ധപ്പെട്ടിരുന്നെങ്കിലും BJP നേതാക്കളുമായി ഒരു തരത്തിലുമുള്ള ചർച്ചകളും നടത്തിയിട്ടില്ല എന്നാണ് ലതിക സുഭാഷ് പറഞ്ഞിരുന്നത്. എങ്കിൽ പോലും പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജില്ലയിലെ BJP നേതാക്കളുമായി ലതിക ഫോണിൽ സംഭാഷണം നടത്തി എന്നതിന്റെ സാധ്യതകൾ നമുക്ക് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലതിക BJP നേതാക്കളുമായി ചർച്ച നടത്തി എന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ സീറ്റ് ലതിക സുഭാഷിന് നൽകിയില്ലെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥിയായി ലതിക സുഭാഷ് എത്തും, അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ തന്നെ എത്തും. കാരണം BJP അവരുടെ അന്തിമ പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ പോലും ഏറ്റുമാനൂർ സീറ്റിലേക്ക് ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് ലതിക സുഭാഷിന് വേണ്ടി ഒഴിച്ചിട്ടതാണെന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്താണെങ്കിൽ ഏറ്റുമാനൂർ സീറ്റാണ് തനിക്ക് വേണ്ടത് എന്ന് ലതിക സുഭാഷ് ഇതിനകം തന്നെ KPCC നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞതാണ്. ഏറ്റുമാനൂർ ആണെങ്കിൽ മതി, ഏറ്റുമാനൂരാണ് ഏറ്റവും തനിക്ക് പ്രിയപ്പെട്ട മണ്ഡലം, അവിടേക്ക് എത്തണം എന്നതാണ് ലതിക സുഭാഷ് മുമ്പോട്ട് വെച്ച ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ. ഇതിനിടെ ലതിക സുഭാഷ് BJP നേതാക്കന്മാരുമായി ചർച്ച നടത്തിയെന്നത് മാത്രമല്ല, BJP ഏതാണ്ട് 9ഓളം സീറ്റുകളിൽ ഇപ്പോഴും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാതെ ഇരിപ്പുണ്ട്.
അത് ഇത്തരം കോൺഗ്രസിൽ നിന്ന് വരുന്ന പ്രമുഖ നേതാക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന അഭ്യൂഹം ശക്തമാണ്. ഇതിനിടയിലാണ് ലതിക സുഭാഷിൻ്റെ ഈ നീക്കവും ഈ തുറന്നു പറച്ചിലിലേക്കുള്ള പ്രതിഷേധവും, അല്ലെങ്കിൽ തുറന്നു പറച്ചിലേക്കുണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകുന്നത്. മനീഷ്. അജിംഷാദ്, അതായത് ഇന്ന് വൈകിട്ട് 5 മണിക്ക് പത്രസമ്മേളനം ലതിക സുഭാഷ് വിളിച്ചിരുന്നു. പക്ഷേ പിന്നീട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്ന ഒരു സാഹചര്യത്തിലാണ്. എപ്പോഴാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് അപ്പോൾ ആ നിമിഷം താൻ പ്രതികരിക്കാമെന്നാണ് ലതിക സുഭാഷ് പറയുന്നത്. അജിംഷാദ് നേരത്തെ പറഞ്ഞതുപോലെ BJP 9ഓളം സീറ്റുകളിൽ NDA അവരുടെ സീറ്റുകളിൽ ഒഴിച്ചിട്ടൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ലതിക സുഭാഷിനെ പോലുള്ള കോൺഗ്രസിൽ നിന്നും വിമതരായി മത്സരിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളെയൊക്കെ തന്നെ അവിടേക്ക് പരിഗണിക്കുന്ന ചർച്ചകളൊക്കെ തന്നെ അകത്തളത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്താണെങ്കിലും ലതിക സുഭാഷിനെ സംബന്ധിച്ച് കാലാകാലങ്ങളായി സീറ്റ് ആവശ്യപ്പെടുകയും എന്നാൽ അതൊക്കെ തന്നെ ലതിക സുഭാഷിന് കൊടുക്കാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷെ ഇത്തവണ എന്തൊക്കെ പറഞ്ഞാലും ഏറ്റുമാനൂരിൽ താൻ മത്സരിക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ ലതിക സുഭാഷ് നടത്തിയിരുന്നു. മണ്ഡലത്തിൽ മുന്നൊരുക്കങ്ങൾ ഒപ്പം തന്നെയായിരുന്നു പ്രചരണങ്ങൾ നടന്നിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും അത് ജോസഫ് ഗ്രൂപ്പിന് വിട്ടു നൽകിയത്. ഇത് ഉമ്മൻചാണ്ടിയാണ് ലതിക സുഭാഷിനെ ഒതുക്കാനുള്ള ഒരു നീക്കം നടത്തിയെന്ന സാധ്യതകൾ കൂടിയുണ്ട്. കാരണം ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ ഇരയ്ക്കൊപ്പം ലതിക സുഭാഷ് നിന്നിരുന്നു. ഇത് മൂലം തന്നെ സഭയുമായി ഇത്തരത്തിൽ ലതിക സുഭാഷ് അകന്നു നിൽക്കുകയാണ്. തീർച്ചയായും മനീഷ് മഹിപാലാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. സീറ്റ് ലഭിച്ചില്ലെങ്കിൽ BJPയിലേക്ക് പോകുമെന്ന വ്യക്തമായ സൂചന നൽകിയാണ് ലതിക സുഭാഷ് രംഗത്തെത്തുന്നത്. കോൺഗ്രസ് സാധ്യതാ പട്ടികയിൽ ലതിക സുഭാഷിന്റെ പേരില്ല എന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ലതിക സുഭാഷ് BJP നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഏറ്റുമാനൂർ സീറ്റാണ് തനിക്ക് ലഭിക്കേണ്ടതെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് നിരവധി തവണയായി ലതിക സുഭാഷ് അഭ്യർത്ഥിച്ചതുമാണ്. ഇതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി മനീഷ് മഹിപാൽ നൽകുന്നത്.